പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നോക്കും. ഒരു കാര്യം വരുമ്പോൾ മാത്രം അച്ഛനെ മനസ്സിൽ വിചാരിച്ചാൽ പോരാ, എപ്പോഴും അച്ഛൻ മനസ്സിലുണ്ടാവില്ല. തുടങ്ങി ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇനി അവന്റെ കുറ്റം കുറവും കണ്ടുപിടിച്ചോ. ദൈവമേ, ഞാൻ കുറ്റം പറഞ്ഞതല്ല. അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിച്ച. ഇവന്റെ കല്യാണത്തിനാണ് ഇവൻ എന്റെ കാലിൽ തൊട്ട് തൊഴുന്നത് ആദ്യമായിട്ട്. ഞാനിപ്പോ അങ്ങ് ഓർത്തു പോവുകയാണ്. എനിക്കും ചേച്ചിയുടെ കാലിൽ ഇതുപോലെ വീണ് അനുഗ്രഹം മേടിക്കണം എന്നൊക്കെ ഉണ്ട്. അതൊരു കാലത്തും നടക്കില്ല. ഇനി മൂക്കി പല്ലി വന്നിട്ടാണ്. അതെ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ അത് ഇതും പറഞ്ഞിട്ടില്ലേ, ഇറങ്ങാൻ നോക്ക്. ആ ശരി ശരി. ആ ജമന്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സുഖമായിരുന്നു. ഇപ്പൊ വേണ്ട സമയത്ത് ഉണ്ടാവില്ല. എന്ത് ചെയ്യാനാ, അവൾ അച്ഛന് സുഖമില്ലാതെ നടക്കുമ്പോൾ വരാൻ പറ്റുമോ? അല്ല, അതും ശരിയാണ്. നീ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോ അവളെ കൂട്ടിയിട്ട് വാ. വേണമെങ്കിൽ നാളെ കൊണ്ടാക്കാം. ഇന്നെ അറിയിക്കോ. ശരി അമ്മ. ശരി. അല്ല എടാ മോനെ, നിന്റെ ചാനൽ ജയിക്കുവോ? ഓ ചാനലല്ല അമ്മ, പാനല്. എന്റെ മരുമോൻ ജയിക്കും. അവന്റെ നാളില് പറയുന്നുണ്ട് അവൻ വെച്ചടി കയറ്റാവും. ധൈര്യമായിട്ട് പോയിട്ട് വാ. ശരി ശരി. വാ, ഇറങ്ങാം. വാസിലേ, അവൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. നിങ്ങളുടെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് എന്ന് കേട്ടു. എന്താ? അതൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളായിട്ട് ആരുടെ മെക്കിട്ട് കയറാൻ പോണില്ല. ഇനി ആരെങ്കിലും ഞങ്ങളുടെ മേക്കിട്ട് കയറാൻ വന്നാൽ ഞങ്ങൾ വിടൂല. വിടരുത്. നീ ഒരു പട്ടാളക്കാരന്റെ മകനാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. എന്നാ പിന്നെ അടിയന്റെ തോക്കും കൂടിയാണ് എടുത്തു കൊടുക്കുക. നീ പോടാ, നിന്റെ ജോലി പോയി. എന്റെ ഹബീൽദാർ മത്സരിച്ചിട്ടുണ്ടോ? തോറ്റിട്ടില്ല. മത്സരിക്കുക? അതിനെവിടെ മത്സരിച്ച്? എടാ, മത്സരം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, യുദ്ധം. അറിയാമോ? ഇതെന്താ കൊല്ലം യുദ്ധം നടക്കാൻ IPL മത്സരം ഇവിടെ? അതെ, അത് കേട്ട് നിങ്ങളുടെ പോക്ക് മടങ്ങ് ഇന്നൊന്നും തീരില്ല. വിട്ടോ. അപ്പൊ ശരി ശരി. ഇന്നത്തെ കണി കൊള്ളാം. ഇത് എനിക്ക് കൂടുതൽ വോട്ട് കിട്ടിയിട്ടും കാര്യമില്ല. കണി ഇതല്ലേ, തോറ്റു പോകുള്ളൂ. വിട്. നേരെ എത്രയടാ? ഇപ്പോഴാണ് എണീറ്റ് വരുന്നത്. ഇവിടെ കല്യാണമൊന്നും നടക്കുന്നില്ലല്ലോ, നേരത്തെ എഴുന്നേക്കാൻ. എടാ, എന്നാലും നിന്റെ അളിയന് ആദ്യമായിട്ട് ഒരു യൂണിയൻ തെരഞ്ഞെടുപ്പിന് പോവാ. നിനക്ക് രാഷ്ട്രീയത്തിലൊക്കെ നല്ല പരിചയമല്ലേ? അവനൊന്ന് ഉപദേശിച്ചു വിട്ടാ എന്താ? അതെങ്ങനെ ഒരുത്തൻ തന്നാമത് മറ്റൊരുത്തന് കണ്ടുകൂടല്ലോ. നീ കയറി വാടാ. കഷ്ടം. പിന്നെ ഇപ്പം ജയിച്ച് മന്ത്രിയായിട്ട് ഇനി വരും. രാഷ്ട്രീയം കളിക്കുന്നു നമ്മൾ കണ്ടിട്ടില്ലല്ലോ. തങ്കം ഇങ്ങോട്ട് വന്നേ. എന്താ നിന്റെ ആങ്ങള് കണ്ട സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോയിക്കണം. നിന്നോടൊന്നും പറഞ്ഞില്ലയോ? ഇല്ല. എങ്ങനെ പറയും? നമ്മളൊക്കെ ഇങ്ങ് താഴേക്കിടയിലുള്ളവരല്ലേ. അല്ലെങ്കിലും തങ്കത്തിനെയും ക്ലീറ്റസിനെയും വേണ്ടല്ലോ ഇവിടെ ആർക്കും. പിന്നെ എല്ലാം തികഞ്ഞ ഒരു അമ്മാവനുണ്ടല്ലോ, MLA, സ്ഥലം MLA എല്ലാം ഉപദേശിച്ചു കൊടുക്കാൻ. എടി, അല്ലെങ്കിൽ ഇത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളിയൻ ഇവിടെയുണ്ട്. അളിയനോട് വന്ന് എന്തെങ്കിലും അളിയ എങ്ങനെയാണ് ഈ ഇലക്ഷനെ എങ്ങനെ നേരിടും? അത് വേണ്ട, ഇറങ്ങാൻ നേരത്ത് പെങ്ങളൊരുത്തിയല്ലേ ഞാൻ. ഒന്ന് വിളിക്കാലോ, അമ്മേനൊന്ന് വിളിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ. അമ്മയുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. അവ എല്ലാം സോപ്പിട്ട് വെച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഇച്ചിരി പാൽപ്പായസം റെഡിയാക്കിക്കോ. പടക്കത്തിന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ ജയിച്ചു വരുമ്പോ ഞാൻ പാൽപ്പായസം കൊണ്ട് കൊടുക്കാം. മെനക്കെട്ടവൻ അവൻ ജയിച്ചു വരുമ്പോ അല്ലടി, അവൻ തോറ്റ് ഇങ്ങോട്ട് വരുമ്പം പടക്കൊക്കെ പൊട്ടിച്ച് പാൽപ്പായസം കുടിച്ചിരിക്കുന്നു, ആഘോഷിക്കണം. ഞാൻ പാൽപ്പായസം ഉണ്ടാക്കാം. നീ റെഡിയാക്കി സ്ഥാനാർത്ഥി. ജോയ് ഉണ്ടല്ലോ, പൈസ കൊടുത്തിട്ട് ആളെ മറിക്കാനുള്ള പരിപാടി ചെയ്യുമോ എന്നുള്ളതാണ്. പൈസയും കൊടുക്കും, വെറുതെ ഒരു പേടിപ്പെടുത്തൽ വന്നിട്ടേ നമ്മുടെ വോട്ടുകൾ തടയാൻ നോക്കും അവൻ. അതെ അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ല, നമ്മുടെ ആളുകളുടെ ശ്രദ്ധ ഉണ്ടായാൽ മതി. അത് നോക്കിക്കോളാം. എന്ത് ചെയ്യും? ജമന്തി എന്തേ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇറങ്ങിയത്. തേങ്ങയോ? ഗണപതി അമ്പലത്തിലടിക്കാനോ? അത് മറന്നു. അത് വാങ്ങിക്കാം. അത് അടിച്ചിട്ടേ പോവും. ശരി, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ ശരി, വെച്ചോ. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിൽ വരാം കേട്ടോ. ഓക്കെ. ആരാണ്? ജമന്തി. എന്താ പറഞ്ഞത്? ഇല്ല, അവളെ ഇറങ്ങിയോ ചോദിച്ചതാ. എന്താടാ റിങ് ചെയ്യുന്നുണ്ടെന്ന് എടുക്കുന്നില്ല. അത് ശരി. ഇപ്പൊ സമയം എത്രയായി നോക്കിയൊക്കെ. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് അറിയേണ്ട സമയമായി. ഒന്ന് വിളിച്ച് പറഞ്ഞാൽ അവനെ. ചിലപ്പം ജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനത്തിലായിരിക്കും. അതായിരിക്കും അവൻ.
അല്ല അതാവും. പക്ഷെ എന്നാലും ഒന്ന് വിളിച്ചറിയിക്കണ്ടേ, നമ്മളിവിടെ തീ തിന്നോണ്ടിരിക്കല്ലേ. ഞാനും അതാണ് ആലോചിക്കുന്നത്, ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നോട്ടെ. അല്ല ആദ്യമായിട്ട് മത്സരിക്കുകയാണ്, എന്താ സംഭവിക്കുക എന്താന്നൊന്നും അറിയില്ല, അതായി ടെൻഷൻ. നീ ജയിക്കും അല്ലെങ്കിൽ തോക്കും, അതിന് ടെൻഷൻ എന്തോന്ന്. തോൽക്കുന്ന പ്രശ്നമൊന്നുമില്ല, അവൻ ജയിക്കും. അല്ല നീ ഒരു കാര്യം ചെയ്തോ, ജമന്തിയുടെ വീട്ടിലൊന്ന് വിളിച്ചു നോക്ക്. അതിന് ജമന്തിയുടെ വീട്ടിൽ ആരുണ്ടാവാനാ? ജമന്തി അച്ഛനെയും കൊണ്ട് ആശുപത്രി പോയിരിക്കല്ലേ. ഓ അല്ല ക്ലീറ്റസിന്റെ അടുത്തൊന്ന് വിളിച്ചു പറഞ്ഞാണ്. ആ ക്ലീറ്റോ, ക്ലീറ്റോ എന്താ? ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്നേ. മോഹം ഇരിക്കുന്നത്. കനകൻ ഇന്ന് ഇലക്ഷന് പോയ കാര്യം അറിയാലോ. ഇപ്പൊ റിസൾട്ട് അറിയേണ്ട സമയം കഴിഞ്ഞിട്ട് അവനെ കാണാനില്ല, ഒന്ന് അന്വേഷിക്കണ്ടേ നമുക്ക്? ആരാ അന്വേഷിക്കാൻ? കനകനെ. അല്ല ആരോടായി പറയണേ? എടീ നിന്റെ ആങ്ങളുടെ കാര്യം പറയണേ. എന്തേ നല്ല അന്തസ്സായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയല്ലോ അവൻ. ഒരു വാക്ക് എടി ഞാൻ ദേ മത്സരിക്കാൻ പോവാന്ന് ഒരു വാക്ക് പറയായിരുന്നല്ലോ, മിണ്ടിയില്ലല്ലോ. അമ്മ വലിയ ആരതിക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണ്ടായല്ലോ. എടി ആരതി ഒഴിഞ്ഞു കൊടുക്കുന്നത് നീ അറിഞ്ഞല്ലോ, അവ ഇലക്ഷന് മത്സരിക്കുന്നത് നീ അറിഞ്ഞല്ലോ. നിന്നോട് പറഞ്ഞാൽ മാത്രമേ നിനക്ക് ഇറങ്ങി വന്നോളൂ. നല്ലത് കണ്ടുപിടിക്കാൻ ആരും ശ്രമിക്കാത്തില്ല. എവിടെ ഉണ്ട് ഒരു ചെറിയ കുറ്റം അത് കണ്ടുപിടിക്കാൻ. അതെ അവനാ മത്സരിക്കണത്, ഞാനല്ല മത്സരിക്കണം. അവൻ എന്നോട് ഒന്ന് പറയണം. മത്സരിക്കാൻ പോയപ്പോ അവൻ അതിന്റെ ഇതിലങ്ങ് മറന്നുപോയി. മറന്നാ കൊള്ളാലോ. അപ്പൊ ആവശ്യം വന്നപ്പോ ഞങ്ങള് വേണമല്ലോ. എടാ ഞാൻ പറഞ്ഞത് നിനക്ക് രാഷ്ട്രീയമായിട്ടൊരു പാരമ്പര്യമുണ്ട്, എന്താ അവിടെ സംഭവിച്ചെന്ന് ഒന്നും വിളിച്ചു പറയാനാ പറഞ്ഞേ. മനസ്സില്ല, നിന്നോട് പറഞ്ഞില്ല. ആ ക്ലീറ്റോ ഞാൻ പറഞ്ഞത് കേൾക്കുള്ളൂ. അത് ഞങ്ങൾക്ക് അറിയാം. എന്താണ് അമ്മാന്റെ പ്രശ്നം? എടാ അവനെ ഇനി കാണുന്നില്ല, എന്താന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. നീ പോയെന്ന് അന്വേഷിക്കേ. ഫോണിൽ വിളിച്ചാ മതിയല്ലോ. വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. അപ്പൊ സംഗതി തോറ്റ്. എന്താ അവളുടെ സന്തോഷം, കൂടപ്പുറപ്പ് പൊട്ടിന്നും പറഞ്ഞ് ആഹ്ലാദിക്കാൻ അറിയണ്ട. അറിഞ്ഞോട്ടെ, എനിക്ക് അത്രയും കുറച്ച്. ആദ്യം ഈ മനസ്സ് കള, അതന്നെ നന്നാവാൻ നോക്ക്. അയ്യോ നിങ്ങളൊക്കെ ഭയങ്കര വലിയ നല്ല ആൾക്കാരാണല്ലോ. അതിന് തോറ്റ ചരിത്രം മാത്രമേ അവനെ അറിയുള്ളൂ. വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിന്റെ കുപ്പായിട്ടോണ്ട് കിടക്കുക, എന്നെങ്കിലും എവിടെയെങ്കിലും ജയിച്ചിട്ടുണ്ടാ നീ? അമ്മാവാ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിൽ കയറി കളിക്കരുത്. എനിക്ക് അമ്മാവനെന്നുള്ള നില മറക്കേണ്ടി വരും. എടാ നിന്റെ പാർട്ടിയിലെ ഏതെങ്കിലും ഒരാൾക്ക് നിന്നെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടോ? നീ കനകന്റെ ഓഫീസിലൊന്നും ചെന്ന് നോക്ക്, അവിടെ എല്ലാവർക്കും അവനെ കുറിച്ച് നല്ല മതിപ്പാ. പിന്നെ നാട്ടുകാർക്ക് നല്ല മതിപ്പാ. കൈക്കൂലി മേടിച്ചിട്ട് ഇങ്ങനെ നടക്കല്ലേ. കൈക്കൂലി ഇറങ്ങുന്നതിന് കൈക്കൂലി വാങ്ങിക്കുന്നില്ലേ? ഞാൻ കൈക്കൂലി ഒന്നും വാങ്ങാറില്ല. ഞാൻ എന്തെങ്കിലും സഹായം ചെയ്ത് അതിനൊരു സേവനത്തിന്റെ ഒരു എടാ രാഷ്ട്രീയ പാരമ്പര്യം നോക്കിയൊന്നും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്, വ്യക്തികളെ നോക്കിയാ. കനകൻ ഒരു വ്യക്തിയാ, അവൻ ജയിക്കും, നീ നോക്കിക്കോ. ആ കാണാൻ വരട്ടെ, തോറ്റ് തുന്നം പാടും. രാത്രിയാകുമ്പോ വരാൻ വേണ്ടി ഇരിക്കാ, തലയിൽ മുണ്ടിട്ട്. വിളിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്റെ വരുവാനാണ് ഒളിച്ചിരിക്കുന്ന കാണാടി നമുക്ക്. അവൻ വരുമ്പോ വരട്ടെ, ഞങ്ങൾ വേണ്ട പടക്കം മേടിച്ച് വെച്ചിട്ടുണ്ട് കുട്ടി വരുമ്പോ. പിന്നെ പാൽപ്പായസത്തിൽ അറിയാതെ മധുരം ഇട്ടു പോയി. അമ്മാവിന് ഷുഗർ ഉള്ളതാ, കുഴപ്പമുണ്ടോ? എന്നാ തോറ്റ് സന്തോഷിക്കാനായിട്ട് വെക്കണ്ട, അതങ്ങോട്ട് ജയത്തിന് ആഘോഷിക്കാനായിട്ട് മാറ്റി വെച്ചോ. കാണാലോ. എങ്ങനെ നിങ്ങളുടെ വയറ്റിൽ ഇങ്ങനെ രണ്ടെണ്ണം വന്ന് പറന്ന്? ആരും തിരക്കാൻ പോണ്ട, എന്റെ മോൻ വന്നു. അയ്യോ എന്താ അവര് കിട്ടി വേഷം ഇതിലില്ലടാ, പൈസ കൊടുക്കുന്നേ. അയ്യോ പൊന്നു മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ തന്നെ വരും. എന്തുണ്ടായിന്ന് പറയടാ. പറയാം. കരയല്ലേ അമ്മ, ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു ചെറിയ ഉറുമ്പ് പടി, അത്രേ ഉള്ളൂ. നിനക്ക് എന്ത് പറ്റിയടാ? എന്തുണ്ടായത്? എന്താടാ മനുഷ്യനെ ആദ്യ പിടിപ്പിക്കല്ലേ? എനിക്ക് വെള്ളം താ, വെള്ളം. തങ്കം വെള്ളം കൊടുക്കണ്ട, ഈ അടി കൊണ്ട് കഴിഞ്ഞാൽ പാൽപ്പായസം കൊടുക്കുന്നതാ നല്ലത്. എല്ലാവർക്കും സമാധാനമായി കാണുമല്ലോ ഇപ്പൊ. എടാ എന്താ ഉണ്ടായത്? ക്ലീറ്റസ് ഇലക്ഷൻ നല്ല രീതിയിൽ നടന്നു വരുന്നായിരുന്നു. നമ്മുടെ കനകൻ ജയിക്കും എന്നായപ്പോ അവന്മാര് മനഃപൂർവ്വം തല്ലുണ്ടാക്കി ഞങ്ങളെ തല്ലിച്ചതച്ച്. ഓ അത് ശരി. അപ്പൊ ബൂത്ത് അട്ടിമറി.
എന്റെ അളിയൻ രാവിലെ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോയെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അളിയാ ഞാനേ എന്റെ പിള്ളേരെ എല്ലാം റെഡിയാക്കി നിർത്തിയിരുന്നു എന്നെ സംരക്ഷിക്കാൻ. ഇത് അത്ര വലിയൊരു ഇലക്ഷൻ ഒന്നും അല്ലല്ലോ അളിയാ, ഞാൻ അങ്ങനെ വിചാരിച്ച്. വെറുതായാലും വലുതായാലും ഞാൻ നിന്റെ അളിയനല്ലേ. ഇതിപ്പോ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയണമെന്നുണ്ടോ? എന്നാലും ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ തന്നല്ലോ. ഞങ്ങൾ ക്ഷത്രിയ കുടുംബക്കാരാണ്. എന്തായാലും ഇതിന് പകരം വീട്ടണം. ഇവന്റെ മേലെ കൈ വെച്ചവരുടെ കയ്യും കാലും പോയി വിട്ടു. അതിന് കൊട്ടേഷന് ആളെ വിളിച്ചാലും കുഴപ്പമില്ല. അളിയാ ഇന്ന് വരെ ഒറ്റ ആളും എന്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല. ഇതാവുമ്പോരെല്ലാരും കൂടെ അല്ല പോതിരെ തല്ലി നമുക്ക് പകരം ചോദിക്കണം അളിയാ. അത് അളിയന് രാഷ്ട്രീയത്തിൽ പരിചയമില്ലാത്തതിനാണ്, കുഴപ്പമില്ല. അളിയന് പകരം ചോദിക്കണം. അതെ, അത്രയല്ലേ വേണ്ടൂ. നമുക്ക് ചെയ്യാളിയാ. കൊട്ടേഷന് ആളെ വിളിക്കേ. എന്തെന്നാ ഈ പറയണ? കൊട്ടേഷനോ? എന്താ കൊട്ടേഷൻ? വേണ്ട വേണ്ട, എനിക്ക് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. ഈ ആണുങ്ങളുടെ ഇടപാടാണിത്. അത് ആണുങ്ങൾ തമ്മിൽ ഞാൻ ആ കടിച്ചവനോട് മര്യാദക്ക് പറഞ്ഞാണ് ഹവീൽദാരുടെ മോനാ കടിക്കല്ലേ കടിക്കല്ലേ എന്ന്. അളിയൻ പറ. അളിയാ കൈ വെട്ടണോ കാല് വെട്ടണോ കഴുത്ത് വെട്ടണോ പറ. അല്ല, ഇതൊക്കെ ഇപ്പൊ ആര് ചെയ്യും? ഞാൻ ചെയ്യും. നീയാ? ഞാൻ എന്ന് പറഞ്ഞാ എന്റെ പിള്ളേരുണ്ടേ പാലായിലുള്ള റബ്ബർ പാലൊക്കെ കുടിച്ച് ഇങ്ങനെ ഉരുണ്ട് ചാടി ചാടി വരും ഇങ്ങോട്ട്. അളിയാ അവന്റെ മുട്ടുകാല് തല്ലി പിടിച്ചാൽ മതി അളിയാ. ഓ അളിയാ, നമ്മുടെ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യം നോക്കണ്ടേ, കാലങ്ങ് വെട്ടിയെടുക്കാം. വേണ്ടെന്ന് മുട്ടുകാല് തല്ലി പിടിക്കും. തൽക്കാലം അത് ചെയ്യും. അവൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. മതിയെങ്കിൽ മതി. അളിയാ കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ ഇച്ചിരി കാശ് ചിലവാകും. കാശില്ല അളിയാ, തൽക്കാലം നീ എട്. അതെ. പക്ഷേ അളിയാ ഈ കാര്യത്തിലൊന്നും നമുക്ക് കടം പറയാൻ പറ്റില്ല, ഇത് കൊട്ടേഷനാണ്. അപ്പൊ എന്ത് ചെയ്യും? പൈസ എന്താണ് ഇത് മതി ഈ കൊട്ടേഷന്. എന്നാ പിന്നെ അത് കൊണ്ടോ. അമ്മ അനുഗ്രഹിക്കമ്മ. പോയിട്ട് വേണം. ഇനി കൈയും കാലുമായിട്ട് ക്ലീറ്റോ തിരിച്ചു വരും. യുദ്ധത്തിന് തയ്യാറായിരുന്നു. അമ്മാവ തിരിച്ചു വിളിക്ക. അമ്മാവ എന്തിന് കനക? മാല പോയാലും കുഴപ്പമില്ല, മാനാണ് വലുത്. കാശ് കിട്ടി അവൻ എന്ത് കുരുത്തക്കടും കാണിക്കും. അവൻ ഈ കൊട്ടേഷൻ കേൾക്കും. ഇനി നിന്നെ തല്ലി ഒരു രണ്ടു കാലിൽ നടക്കില്ല. അമ്മാവിന്റെ കണ്ണ് എപ്പോഴും അവന്റെ മേല് വേണം. അവന്റെ മേലല്ല, ഇനി ഈ കണ്ണടയണമെങ്കിൽ നിന്റെ മേലെ കൈ വെച്ചവർ നിലത്ത് കൂടെ കടന്നു ഉരുളണം. നടക്കാണ്ട്.